അത് ഗംഗ യമുന സിന്ധു സരസ്വതി അറബിക്കടൽ ഇത് ചെന്ന് ചേർന്ന സ്ഥലമില്ലേ? അറബിയുടെ പടം, അറബിയുടെ കഥ. ഹായ്, നമസ്കാരം. ഞാൻ പ്രശാന്ത് കാഞ്ഞിരമറ്റം. അപ്പോൾ പെൻ സിനിമാസിൻ്റെ ബാനറിൽ ഉടനെ ചിത്രീകരണം ആരംഭിക്കുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഗംഗ യമുന സിന്ധു സരസ്വതി എന്നാണ് ആ സിനിമയുടെ പേര്. ആന്തോളജി മൂവിയാണ്. 4 സംവിധായകരാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ 4 കഥകളാണ്. അതിൽ ഒരു കഥ സംവിധാനം ചെയ്യുന്നത് ഞാൻ, പിന്നീട് അടുത്ത കഥ ഷിജു അഞ്ചുമന, അതിനടുത്ത കഥ ലാൽപ്രിയൻ ചേട്ടൻ, പിന്നെ സാജു നവോദയ. അങ്ങനെ 4 സംവിധായകരാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളെല്ലാം നമ്മൾ അറിയിക്കാം. ഇനിയിപ്പോൾ ഷിജു അഞ്ചുമന സംസാരിക്കുന്നു. അല്ല, എന്നാലും സിനിമയുടെ ഉൾക്കാഴ്ചകളിലേക്ക് നമ്മളെ 4 പേരെയും ഭൂരിഭാഗം സമയത്തും എല്ലാവരും കണ്ടിട്ടുള്ളത് കോമഡി പ്രോഗ്രാമുകളായിട്ടാണ്. സ്റ്റേജ് പരിപാടികൾ, മിമിക്രികൾ, പിന്നെ അതുപോലെ കോമഡി സ്കിറ്റുകളൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മാറി ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളതും ഗൗരവമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതും. അപ്പോൾ ഗംഗ യമുന സിന്ധു സരസ്വതി എന്ന് പറഞ്ഞ ഈ സിനിമ വളരെ ഗൗരവമായൊരു സിനിമ തന്നെയായിരിക്കും. ഒരിക്കലും ഒരു മിമിക്രിക്കാർ എന്ന് കരുതി നിങ്ങളൊരു മുൻധാരണയോടെ കോമഡി സിനിമ ആയിരിക്കുമെന്ന് വിചാരിക്കേണ്ട. അത്തരത്തിലുള്ളൊരു സിനിമയല്ല ഞങ്ങൾ ചെയ്യുന്നത്. 4 പേര് ചേർന്ന് ചെയ്യുന്ന 4 കൊച്ചു സിനിമകൾ ചേർന്നൊരു വലിയ സിനിമ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകണം. ഈ സിനിമ എല്ലാ രീതിയിലും ഒരു വൻ വിജയമാകാൻ പ്രാർത്ഥിക്കണം. താങ്ക് യു. നമസ്കാരം. ഇതൊരു കൊച്ചു സിനിമ ആണെങ്കിൽ കൂടി ഞങ്ങളുടെ വലിയൊരു മോഹമാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. ഈ 4 കഥാപാത്രങ്ങളും 4 ചിത്രങ്ങളിലും 4 നായികാ പ്രാധാന്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് മുഖ്യധാരയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ച് വരുന്നത്. അതിൻ്റെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉയർപ്പിൻ്റെ 4 സ്ത്രീ കഥാപാത്രങ്ങളായിരിക്കും 4 ചിത്രങ്ങളിലും. എന്നാൽ പല ജോണറുകളിലായിരിക്കും നമ്മളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് വരുമ്പോൾ ബാക്കി ഡീറ്റെയിൽസുകൾ നമ്മൾ പുറകെ അറിയിക്കുന്നതായിരിക്കും. സാജു. പടം ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ 4 പടങ്ങൾ 4 ഡയറക്ടർമാർ ചെയ്യുന്നു. എന്നിരുന്നാൽ പോലും നമ്മളുടെ ഈ ഒരു പടം നമ്മളൊരു സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകൻ ഒറ്റയടിക്ക് 4 സിനിമ കണ്ടിട്ട് ഇറങ്ങിപ്പോകാൻ തന്നെയല്ല. പക്ഷെ അവർ വന്നിരിക്കുമ്പോൾ എല്ലാം കണക്റ്റഡായിട്ട്, എന്നാൽ അതിൽ ഒരു കഥാപാത്രത്തിൽ നിന്നും മറ്റേ സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് താരതമ്യമൊന്നും ഉണ്ടാവില്ല. 4 പടം തന്നെയാണ്. പക്ഷെ അത് ഒറ്റ നൂലിൽ കോർത്ത് ഞങ്ങൾ കൊണ്ടുപോകണതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സ്ത്രീകൾക്ക് അവരുടെ വിഷയങ്ങൾ, ഒരു 4 വിഷയങ്ങൾ എടുത്തിട്ടാണ് ഇങ്ങനെ സിനിമ ചെയ്യണത്. അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ 4 പ്രശ്നങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന സിനിമയിൽ 4 വിഷയങ്ങളാണ്. ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള പടത്തിൻ്റെ പൂജയാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആണെങ്കിലും കൂടെ നിങ്ങളെ അറിയിക്കും. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ചിജു പറഞ്ഞ പോലെ തന്നെ ഇത് മിമിക്രിക്കാരിൽ നിന്ന് ചെയ്യുമ്പോൾ അതൊരു കോമഡി സിനിമയായിട്ട് ഒരിക്കലും കാണണ്ട. വളരെ നാളത്തെ ഞങ്ങളുടെ പ്രയത്നമാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഓരോ കാര്യങ്ങളും സിനിമകൾ കാണുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് എന്താ കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലുള്ള നല്ല കാഴ്ചപ്പാടോടുകൂടിയാണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നതും നമ്മളിപ്പോൾ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നതും. അപ്പോൾ ഈ അടുത്ത പരിപാടികളും തുടരെ നിങ്ങളറിയിക്കും. നിങ്ങളെല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ഞങ്ങൾ തുടക്കക്കാരെന്ന നിലയിൽ ഈ സപ്പോർട്ട് ഇപ്പോഴേ ഈ ഒരു സപ്പോർട്ട് കിട്ടി തുടങ്ങിയാലേ മുമ്പോട്ട് നമുക്കിത് കുറച്ച് എനർജി കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. അത് 4 ടൈപ്പിലുള്ളതാണ്. നമ്മളെ സ്ത്രീകൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയമുണ്ട്. കുട്ടികൾ അനുഭവിക്കുന്നത് വേറെ രീതിയിലായിരിക്കും, അമ്മമാർ അനുഭവിക്കുന്നത് വേറെ രീതിയിലായിരിക്കും, ചേച്ചിമാർ ഓരോ കാറ്റഗറിപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനകൾ പല വേദനകളാണ്. അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റിയ 4 അവരുടെ ബുദ്ധിമുട്ടുകൾ, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, അതൊരു 4 സംഭവങ്ങളാണ് 4 പടത്തിലൂടെ കണ്ടത്. അത് ഗംഗ യമുന സിന്ധു സരസ്വതി അറബിക്കടൽ ഇത് ചെന്ന് ചേർന്ന സ്ഥലമില്ലേ? അറബിയുടെ പടം, അറബിയുടെ കഥ. അല്ല, ഇതൊരു സംസ്കാരമാണല്ലോ നമ്മുടെ. അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ സ്ത്രീകളുടെ അമ്മയായിട്ട് അങ്ങനെയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങളുടെ ലീഡർ നിൽക്കുന്ന ദേവൻ സാറിൻ്റെ ഒരു സജഷനും കൂടി ഇതിനകത്തുണ്ടായിരുന്നു. ലാൽപ്രിയനും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പേരാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം കണ്ടെത്തിയത്. അതിലേക്ക് ഞങ്ങൾ കഥകളെ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ എല്ലാ കഥകളും ഞങ്ങൾ പറഞ്ഞു വെച്ച കഥകളൊക്കെ ആ പേരിന് കൃത്യമായിട്ട് വന്നു ചേരുകയും അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ പറയുന്നത്. പിന്നെ സാജി പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ സ്ത്രീകളുടെ എന്ന് പറയുന്നത് പോലെ അതിനേക്കാളും അവരുടെ
പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ ഉയർപ്പാണ് നമ്മൾ കുറച്ചുകൂടി അതിനകത്ത് പ്രോമിനൻസ് കൊടുക്കുന്നത്. അതായത് അവരെ